ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. വർഷങ്ങളായി ടാറിംഗ് നടത്താത്തതിനെ തുടർന്ന് പൊട്ടിപ്പൊളിഞ്ഞ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ റോഡ്. ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ എത്തുന്ന ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ റോഡ്. പലവിധ രോഗങ്ങളാൽ വലഞ്ഞ ആശുപത്രിയിൽ എത്തുന്ന രോഗികളാണ് കുണ്ടിലും കുഴിയിലും പെട്ട് വലയുന്നത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ പ്രവേശന കവാടം കടന്നാൽ തകർന്നു കിടക്കുന്ന റോഡിലൂടെ വേണം രോഗികൾ വാഹനത്തിലും കാൽനടയായും ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ. ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ എത്തുന്ന ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ മഴ പെയ്ത് വെള്ളം കൂടി നിറയുന്നതോടെ കാൽനട യാത്രക്കാർ അടക്കമുള്ള രോഗികളാണ് വലയുന്നത്. ആശുപത്രിക്കുള്ളിലെ റോഡുകൾ ശോചനീയ അവസ്ഥയിലാണെന്നും വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ അധ്യക്ഷനായ HMC കമ്മിറ്റി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നഗരസഭാ കൗൺസിലറായ ജാഫർ സാദിഖ് പറഞ്ഞു. പ്രധാനമായിട്ടും ഉള്ള പ്രശ്നം മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ വരുന്ന ആശുപത്രിയാണ് മൂവാറ്റുപുഴ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി. വളരെ കാലങ്ങളായിട്ട് ഏതാണ്ട് 5 കൊല്ലമായിട്ട് ഈ ആശുപത്രിയുടെ പുറം പ്രദേശത്തുള്ള റോഡുകളും എല്ലാം ആശുപത്രിക്കുള്ളിലുള്ള റോഡുകളും എല്ലാം കുണ്ടും കുഴിയുമായിട്ട് വളരെ മോശമായിട്ട് ശോചനീയാവസ്ഥ നേരിടുകയാണ്. ഇവിടെ HMC കമ്മിറ്റി ഉണ്ട്. HMC കമ്മിറ്റി നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ നഗരസഭയുടെ അധ്യക്ഷനായിട്ടുള്ള ചെയർമാനാണ്. ഈ കമ്മിറ്റിയിൽ MLAയും MP യും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ശ്രദ്ധ ഈ സർക്കാർ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയാണ് പൊതുവെ ജനത്തിന് ഉള്ളത്. വളരെ അനേകം ഫണ്ട് സംസ്ഥാന സർക്കാർ വാർഷിക പദ്ധതിയിലൊക്കെ പെടുത്തി നൽകുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഈ റോഡിലെ കുണ്ടും കുഴിയും ഒക്കെ നന്നാക്കുവാനുള്ള ഒരു പ്രവർത്തനം നഗരസഭ നേരിട്ട് നടത്തുന്നില്ല, യാതൊന്നും ചെയ്യുന്നില്ല. വർഷങ്ങളായിട്ട് ഒട്ടനേകം ആളുകൾ, ആയിരങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഹോസ്പിറ്റലിന് ഉള്ളിലുള്ള ഈ റോഡ്. മോർച്ചറിയുടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ് ഉള്ളത്. നഗരസഭാ അധികൃതർ എന്താണ് ഇതിന് മേൽനോട്ടം കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് വളരെ രീതിയിലുള്ള അസഹിഷ്ണുതയാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിലുള്ളത്. വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. ആംബുലൻസ് അടക്കം വരുന്ന റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവിടെ എത്തുന്ന രോഗികൾ അടക്കമുള്ളവരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. AM ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ്. ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുപുഴയിൽ. കേരള സർക്കാർ അംഗീകാരത്തോടെ PSC അംഗീകരിച്ച കോഴ്സ്. കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ. SC OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡും സൗജന്യ പരിശീലനവും. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം. AM ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി.